ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് വിജേഷ്. പ്രധാന വാർത്തകൾ. ഇന്ത്യയുടെ 6ാമത്തെ സെമി കണ്ടക്ടർ യൂണിറ്റ് ഉത്തർപ്രദേശിൽ സ്ഥാപിക്കാൻ കേന്ദ്രമന്ത്രിസഭയുടെ അനുമതി. രാജ്യത്തിന്റെ വളർച്ചയും നവീകരണവും ത്വരിതപ്പെടുത്തുന്നതാണ് തീരുമാനമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഛത്തീസ്ഗഡ് തെലങ്കാന അതിർത്തിയിൽ നക്സൽ വിരുദ്ധ ദൌത്യത്തിൽ 31 മാവോയിസ്റ്റുകൾ കൊല്ലപ്പെട്ടതായി സിആർപിഎഫ്. 2026ഓടെ ഇന്ത്യയെ നക്സൽ മുക്തമാക്കുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ. ഇന്ത്യയുടെ അഭിമാനമുയർത്തിയ ഓപ്പറേഷൻ സിന്ധൂറിന്റെ ചരിത്ര വിജയത്തിന് ആദരമർപ്പിച്ച് രാജ്യത്തുടനീളം തിരംഗയാത്രകൾ പുരോഗമിക്കുന്നു. കേരളത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലകളുടെ മേഖലാതല അവലോകന യോഗം ഇന്ന് നടക്കും. നേരിട്ടുള്ള സമാധാന ചർച്ചകൾക്കായി റഷ്യ, യുക്രൈൻ പ്രതിനിധികൾ ഇന്ന് തുർക്കിയയിൽ കൂടിക്കാഴ്ച നടത്തും. ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിന് ഇന്ന് സമാപനം. 54 സ്വർണവുമായി ആധിപത്യം തുടർന്ന് മഹാരാഷ്ട്ര. വാർത്തകൾ വിശദമായി. ഇന്ത്യയുടെ 6ാമത്തെ സെമി കണ്ടക്ടർ യൂണിറ്റ് ഉത്തർപ്രദേശിലെ ജേവാർ വിമാനത്താവളത്തിൽ സ്ഥാപിക്കാൻ കേന്ദ്രമന്ത്രിസഭാ തീരുമാനം. മൊബൈൽ ഫോണുകൾ, ലാപ്ടോപ്പുകൾ തുടങ്ങിയവയ്ക്കായുള്ള ഡിസ്പ്ലേ ഡ്രൈവർ ചിപ്പുകളാണ് യൂണിറ്റിൽ നിർമ്മിക്കുന്നത്. 3700 കോടി രൂപയുടെ നിക്ഷേപം ഇതിലൂടെ ലഭ്യമാകുമെന്നും നിരവധി തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുമെന്നും മന്ത്രിസഭായോഗ തീരുമാനങ്ങൾ വിശദീകരിച്ചുകൊണ്ട് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞു. 3,700 करोड़ का इन्वेस्टमेंट है इसमें. ये प्लांट में 20,000 वेफर पर मंथ की कैपेसिटी होगी और जो चिप्स इससे बन के निकलेगी उसकी कैपेसिटी है 36 मिलियन चिप्स पर मंथ का इसका रहेगा. अच्छा प्लांट है, बहुत ही एडवांस टेक्नोलॉजी. इसमें वेफर लेवल पैकेजिंग का एक टेक्नोलॉजी होता है, वो इसमें लगेगा, विच मीन्स एंटायर वेफर के साथ सबस्ट्रेट को जोड़कर कंप्लीट उसकी एडवांस्ड पैकेजिंग का. ഉത്തർപ്രദേശിൽ സെമി കണ്ടക്ടർ യൂണിറ്റ് സ്ഥാപിക്കുന്നതിനുള്ള മന്ത്രിസഭായോഗ തീരുമാനം രാജ്യത്തിന്റെ വളർച്ചയ്ക്കും നവീകരണത്തിനും ആക്കം കൂട്ടുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. യുവാക്കൾക്ക് എണ്ണമറ്റ തൊഴിലവസരങ്ങളാണ് ഇതിലൂടെ സൃഷ്ടിക്കപ്പെടുകയെന്നും അദ്ദേഹം വ്യക്തമാക്കി. സെമി കണ്ടക്ടറുകളുടെ ലോകത്ത് ഇന്ത്യയുടെ മുന്നേറ്റം തുടരുകയാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. സാധാരണക്കാരെയും സൈനികരെയും ലക്ഷ്യം വെച്ചുള്ള ഭീകരാക്രമണങ്ങളോടുള്ള ഇന്ത്യയുടെ ശ്രദ്ധാപൂർവവും തന്ത്രപരവുമായ സൈനിക പ്രതികരണമായിരുന്നു ഓപ്പറേഷൻ സിന്ധൂറെന്ന് കേന്ദ്ര സർക്കാർ. അതിനൂതന സാങ്കേതികവിദ്യ പ്രയോജനപ്പെടുത്തിയാണ് ഇന്ത്യ പ്രത്യാക്രമണം നടത്തിയത്. സാങ്കേതികവിദ്യ വികസിപ്പിക്കുന്നതിൽ ഇന്ത്യ നേടിയ സ്വയം പര്യാപ്തതയുടെ തെളിവാണ് ഓപ്പറേഷൻ സിന്ധൂറെന്നും സർക്കാർ വ്യക്തമാക്കി. രാജ്യത്തിന്റെ അഭിമാനമുയർത്തിയ ഓപ്പറേഷൻ സിന്ധൂറിന്റെ ചരിത്ര വിജയത്തിന് ആദരമർപ്പിച്ച് രാജ്യത്തുടനീളം തിരംഗയാത്ര സംഘടിപ്പിക്കുന്നു. ഇന്ന് ജമ്മുവിൽ ഇന്ദിരാ ചൌക്കിൽ നിന്ന് വിക്രം ചൌക്ക് വരെ തിരംഗയാത്ര നടക്കും. സായുധ സേനയോടുള്ള പിന്തുണ പ്രകടിപ്പിക്കുന്നതിനായി ജമ്മു കാശ്മീരിൽ ജില്ലാ, മണ്ഡലം, വാർഡ് തലങ്ങളിലും തിരംഗയാത്രകൾ സംഘടിപ്പിക്കും. തിരുവനന്തപുരത്ത് ഇന്നലെ നടന്ന ത്രിവർണ്ണ സ്വാഭിമാന യാത്രയിൽ വിമുക്ത ഭടന്മാരും ജനങ്ങളും അണിചേർന്നു. പഹൽഗാമിൽ ഭീകരർ കൊലപ്പെടുത്തിയവർക്കും ഓപ്പറേഷൻ സിന്ധൂറിൽ വീരമൃത്യു വരിച്ച സൈനികർക്കും ആദരാഞ്ജലികൾ അർപ്പിച്ചു. നാളെ കണ്ണൂരിലും കോഴിക്കോടും ത്രിവർണ്ണ സ്വാഭിമാന യാത്ര നടക്കും. ഛത്തീസ്ഗഡ് തെലങ്കാന അതിർത്തിയിൽ കരേഗുട്ട മേഖലയിൽ സുരക്ഷാസേനയുമായുണ്ടായ ഏറ്റുമുട്ടലിൽ 31 മാവോയിസ്റ്റുകൾ കൊല്ലപ്പെട്ടു. ബിജാപൂരിൽ സിആർപിഎഫ്, ഛത്തീസ്ഗഡ് പോലീസ് മേധാവിമാർ നടത്തിയ സംയുക്ത വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. ദൌത്യം 21 ദിവസത്തോളം നീണ്ടുനിന്നതായി സിആർപിഎഫ് ഡിജിപി ഗ്യാനേന്ദ്ര പ്രതാപ് സിംഗ് പറഞ്ഞു. 2026 മാർച്ച് 31-നകം ഇന്ത്യയെ നക്സൽ വിമുക്തമാക്കാനുള്ള ദൃഢനിശ്ചയത്തിന്റെ ഭാഗമാണ് ഓപ്പറേഷനെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ വ്യക്തമാക്കി. നക്സൽ ബാധിത പ്രദേശങ്ങളിൽ സമാധാനം ഉറപ്പാക്കുന്നതിനും നക്സലിസം വിട്ടുവരുന്നവരെ മുഖ്യധാരയുമായി ബന്ധിപ്പിക്കുന്നതിനും കേന്ദ്ര സർക്കാർ പൂർണ്ണമായും പ്രതിജ്ഞാബദ്ധമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നക്സലിസത്തെ വേരോടെ പിഴുതെറിയാനുള്ള ശ്രമങ്ങൾ ശരിയായ ദിശയിലാണ് എന്നതിന് തെളിവാണ് സുരക്ഷാസേനയുടെ വിജയമെന്ന് പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. കേരളത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലകളുടെ മേഖലാതല അവലോകന യോഗം ഇന്ന് തിരുവനന്തപുരം ജിമ്മി ജോർജ് ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടക്കും. മന്ത്രിമാർ, ചീഫ് സെക്രട്ടറി, വകുപ്പ് സെക്രട്ടറിമാർ തുടങ്ങിയവർ പങ്കെടുക്കും. സംസ്ഥാന സർക്കാരിന്റെ 4ാം വാർഷികാഘോഷ പരിപാടികൾ ഈ മാസം 23-ന് തിരുവനന്തപുരത്ത് സമാപിക്കും. സമാപന സമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി തിരുവനന്തപുരം കനകക്കുന്നിൽ ശനിയാഴ്ച മുതൽ നടക്കുന്ന എന്റെ കേരളം പ്രദർശന വിപണന മേള മന്ത്രി വി ശിവൻകുട്ടി ഉദ്ഘാടനം ചെയ്യും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _ ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്. പ്രസരണിയിൽ അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിനാൽ ആകാശവാണി തിരുവനന്തപുരം മീഡിയം വേവ് ട്രാൻസ്മിറ്റർ വഴിയുള്ള പ്രക്ഷേപണം ഇന്ന് രാവിലെ 10:15 മുതൽ തടസ്സപ്പെടും. വൈകുന്നേരം 5 മണിവരെയോ അറ്റകുറ്റപ്പണി പൂർത്തിയാകുന്നതുവരെയോ പ്രക്ഷേപണത്തിൽ തടസ്സം നേരിടാം. ഭീകര സംഘടനകൾക്കെതിരെ ഉപരോധം ഏർപ്പെടുത്താനുള്ള ഐക്യരാഷ്ട്രസഭാ സമിതിയുടെ മോണിറ്ററിംഗ് സംഘവുമായി ന്യൂയോർക്കിലുള്ള ഇന്ത്യയുടെ സാങ്കേതിക വിഭാഗം പ്രതിനിധികൾ ഇന്ന് കൂടിക്കാഴ്ച നടത്തും. UN തീവ്രവാദ വിരുദ്ധ സമിതി എക്സിക്യൂട്ടീവ് ഡയറക്ടറേറ്റുമായും ഇന്ത്യൻ സംഘം കൂടിക്കാഴ്ച നടത്തുമെന്ന് ഔദ്യോഗിക വൃത്തങ്ങൾ അറിയിച്ചു. രാജ്യത്ത് പാകിസ്ഥാൻ പതാകകളുടെയും അനുബന്ധ ഉൽപ്പന്നങ്ങളുടെയും വിൽപ്പനയ്ക്ക് ഓൺലൈൻ വിപണി വെബ്സൈറ്റുകൾക്ക് വിലക്ക്. ഇത് സംബന്ധിച്ച് ആമസോൺ ഇന്ത്യ, ഫ്ലിപ്കാർട്ട്, ഫ്ളാഗ് കമ്പനി തുടങ്ങിയവയ്ക്ക് കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റി നോട്ടീസ് അയച്ചു. അത്തരം എല്ലാ ഉള്ളടക്കങ്ങളും ഉടനടി നീക്കം ചെയ്യാനും ദേശീയ നിയമങ്ങൾ പാലിക്കാനും ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകളോട് നിർദ്ദേശിച്ചതായി കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി പറഞ്ഞു. സമ്പന്നമായ സംസ്കാരം, പ്രകൃതി വിഭവങ്ങൾ തുടങ്ങിയവ കൊണ്ട് രാജ്യത്തിന്റെ വടക്കുകിഴക്കൻ മേഖല തെക്കുകിഴക്കൻ ഏഷ്യയുടെ ശക്തമായ കവാടമായാണ് നിലകൊള്ളുന്നതെന്ന് കേന്ദ്രമന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യ. ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ നടക്കാനിരിക്കുന്ന റൈസിംഗ് നോർത്ത് ഈസ്റ്റ് നിക്ഷേപക ഉച്ചകോടിക്ക് മുന്നോടിയായുള്ള കർട്ടൻ റൈസർ പരിപാടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. The reservoir of natural resources and top it with the strategic geographical positioning of the Northeast. These three factors together translate it into the most powerful gateway in the world. Prime Minister's resolve on infrastructure, on healthcare, on education, on submarine cable today has set the platform for that rise of the Northeast into the economic power that it portends to be, not only for India but for the world. ഈ മാസം 23-24 തീയതികൾ നടക്കുന്ന ഉച്ചകോടിയുടെ ഉദ്ഘാടന സമ്മേളനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധ്യക്ഷത വഹിക്കും. ബീഹാറിൽ നടക്കുന്ന ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിന് ഇന്ന് സമാപനം. 54 സ്വർണവും 43 വെള്ളിയും ഉൾപ്പെടെ 141 മെഡലുകളുമായി മഹാരാഷ്ട്ര ഒന്നാം സ്ഥാനത്ത് തുടരുകയാണ്. 30 സ്വർണവും 23 വെള്ളിയും ഉൾപ്പെടെ 96 മെഡലുകളുമായി ഹരിയാന രണ്ടാം സ്ഥാനത്തും 22 സ്വർണവുമായി രാജസ്ഥാൻ മൂന്നാം സ്ഥാനത്തുമാണ്. 12 സ്വർണം ഉൾപ്പെടെ 25 മെഡലുകളുമായി കേരളം 8ാം സ്ഥാനത്താണ്. തുർക്കിയയിലെ ഇസ്താംബുളിൽ നേരിട്ടുള്ള സമാധാന ചർച്ചകൾക്കായി റഷ്യ, യുക്രൈൻ പ്രതിനിധികൾ ഇന്ന് കൂടിക്കാഴ്ച നടത്തും. എന്നാൽ ചർച്ചകളിൽ പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ പങ്കെടുക്കില്ലെന്ന് റഷ്യ അറിയിച്ചു. പ്രസിഡന്റിന്റെ അടുത്ത അനുയായി വ്ളാദിമിർ മെഡിൻസ്കി റഷ്യൻ പ്രതിനിധി സംഘത്തെ നയിക്കും. റഷ്യൻ പ്രസിഡന്റുമായി നേരിട്ട് കൂടിക്കാഴ്ച നടത്താൻ യുക്രൈൻ പ്രസിഡന്റ് വൊളോഡിമിർ സെലൻസ്കി നേരത്തെ സന്നദ്ധത അറിയിച്ചിരുന്നു. ജമ്മു കാശ്മീരിൽ പുൽവാമ ജില്ലയിലെ അവന്തിപ്പോറയിൽ ഇന്ന് പുലർച്ചെ സുരക്ഷാസേനയും ഭീകരരും തമ്മിൽ ഏറ്റുമുട്ടലുണ്ടായി. ജമ്മു കശ്മീർ പോലീസും സേനയും തെരച്ചിൽ തുടരുകയാണ്. കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടില്ല. വയനാട് മേപ്പാടി 900 കണ്ടിയിൽ വിനോദസഞ്ചാരികൾ താമസിച്ച ഷെഡ് തകർന്ന് പെൺകുട്ടി മരിച്ചു. മലപ്പുറം അകമ്പാടം സ്വദേശിനി നിഷ്മ ആണ് മരിച്ചത്. 15 വയസ്സായിരുന്നു. ഇടവമാസ പൂജയ്ക്കായി ശബരിമല നട ഇന്നലെ വൈകിട്ട് 5-ന് തുറന്നു. നട അടയ്ക്കുന്ന ഈ മാസം 19 വരെ പതിവ് പൂജകളും വിശേഷാൽ പൂജകളും നടക്കും. ഡൽഹിയിലെ ജവഹർലാൽ നെഹ്റു സർവകലാശാലയും തുർക്കിയയിലെ ഇനോനു സർവകലാശാലയുമായുള്ള ധാരണാപത്രം താൽക്കാലികമായി നിർത്തിവച്ചു. ദേശീയ സുരക്ഷാ സാഹചര്യം കണക്കിലെടുത്താണ് തീരുമാനമെന്ന് JNU സമൂഹമാധ്യമത്തിലൂടെ അറിയിച്ചു. 1.2 ലക്ഷം കോടി ഡോളറിന്റെ സാമ്പത്തിക വിനിമയം സാധ്യമാക്കുന്ന സുപ്രധാന കരാറുകളിൽ അമേരിക്കയും ഖത്തറും ഒപ്പുവച്ചു. ഇരു രാജ്യങ്ങളും തമ്മിൽ 24,350 കോടി ഡോളറിന്റെ സാമ്പത്തിക കരാറുകളും പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സൌദി സന്ദർശനത്തിനിടെ പ്രഖ്യാപിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യയുടെ 6ാമത്തെ സെമി കണ്ടക്ടർ യൂണിറ്റ് ഉത്തർപ്രദേശിൽ സ്ഥാപിക്കാൻ കേന്ദ്ര മന്ത്രിസഭയുടെ അനുമതി. രാജ്യത്തിന്റെ വളർച്ചയും നവീകരണവും ത്വരിതപ്പെടുത്തുന്നതാണ് തീരുമാനമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഛത്തീസ്ഗഡ് തെലങ്കാന അതിർത്തിയിൽ നക്സൽ വിരുദ്ധ ദൌത്യത്തിൽ 31 മാവോയിസ്റ്റുകൾ കൊല്ലപ്പെട്ടതായി CRPF. 2026ഓടെ ഇന്ത്യയെ നക്സൽ മുക്തമാക്കുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ഇന്ത്യയുടെ അഭിമാനമുയർത്തിയ ഓപ്പറേഷൻ സിന്ധൂറിന്റെ ചരിത്ര വിജയത്തിന് ആദരമർപ്പിച്ച് രാജ്യത്തുടനീളം തിരംഗായാത്രകൾ പുരോഗമിക്കുന്നു. കേരളത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലകളുടെ മേഖലാതല അവലോകന യോഗം ഇന്ന് നടക്കും. നേരിട്ടുള്ള സമാധാന ചർച്ചകൾക്കായി റഷ്യ, യുക്രൈൻ പ്രതിനിധികൾ ഇന്ന് തുർക്കിയയിൽ കൂടിക്കാഴ്ച നടത്തും. ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിന് ഇന്ന് സമാപനം. 54 സ്വർണവുമായി ആധിപത്യം തുടർന്ന് മഹാരാഷ്ട്ര.
വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.